ഹൈ ഗൈസ് എനക്കുണ്ടല്ലോ ഇപ്പോൾ ഒന്ന് ATM പോകണം. നമ്മുടെ എരിവരത്തുള്ള SBI ATM എനിക്കൊരു പൈസ ഇടാനുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർമ്മ വന്നത്. ഇപ്പോൾ സമയം എന്താ പറയുക, ഇപ്പോൾ രാത്രി 11:30 മണി കേട്ടോ. ഞാൻ പഴയങ്ങാടിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒരു 9:30-9:45 ഇവിടെ എത്തിന്. അവിടെ നിന്ന് തന്നെ വരുന്നത്. പക്ഷെ മറന്നുപോയി. എനിക്ക് അർജൻറ്റായിട്ട് ഒരു പൈസ വേണം. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ എരിവരത്ത് ATM CDM മെഷീൻ വർക്കിംഗ് ആട്ടോ. കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻറ്റാണ്. CDM എടുക്കില്ല. CDM മെഷീന് വർക്കിംഗ് ആയിരിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻറ്റാണ്. അപ്പോൾ അവിടെ ആകുന്നില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആവുന്നില്ലെങ്കിൽ നേരെ കോഴിസാറിലേക്ക് പോകും. കോഴിസാറിൽ എപ്പോൾ ആവും. ഇതുവരെയായിട്ട് ഞാൻ അവിടെ നിന്ന് മടങ്ങിയിട്ടില്ല. കോഴിസാറിന് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇപ്പം കുറച്ചായിട്ട് നമ്മുടെ എരിവരത്തുള്ള SBI ATM ഒരു കുഴപ്പമില്ല, വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് നേരെ എരിവരത്തേക്ക് പോവാം. ആയിട്ടില്ലെങ്കിൽ പിന്നെ കോഴിസാർ പോകേണ്ടി വരും. അറിയില്ല, നോക്കാം നമുക്ക്. ഓക്കെ, പോവാ. ചെറിയൊരു വീഡിയോ കേട്ടോ. അതിപ്പം 11:30 മണി കഴിഞ്ഞ് കേട്ടോ. നല്ല രസമല്ലേ, എങ്ങനെ പോവാ. ഓക്കെ ഗായ്സ് പോവാ. നീ ഇത് ഭയങ്കര സംഭവമായിട്ടൊന്നും കാണണ്ട കേട്ടോ. വണ്ടി ഇറക്കട്ടെ. ഇവിടെ വണ്ടിയിലുണ്ട്, ഇവിടെ കാറിലുണ്ട്, സൈഡിലോട്ട് ഇറക്കണം. പിന്നെ ഇത് വലിയ സംഭവമായിട്ടൊന്നും എൻ്റെ വീഡിയോസ്, ഇങ്ങനത്തെ ഡെയിലി വ്ളോഗ്സ് ഭയങ്കര സംഭവമായിട്ടൊന്നും കാണരുത് കേട്ടോ. ഞാൻ സിമ്പിളായിട്ട് എൻ്റെ കാര്യങ്ങൾ വീഡിയോ ചെയ്യുന്ന കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോവുകയാണ്. ചെറിയൊരു തണുപ്പുണ്ട്, ചെറിയ തണുപ്പ്. ഇന്നലെ മഴ പെയ്യും എന്ന് വിചാരിച്ചതാണ്. ബട്ട് ഇവിടെ നിന്ന് മഴ വലുതായിട്ട് പെയ്തില്ല. ചെറിയ പൊടിഞ്ഞും തോന്നട്ടെ, ചെറുതായിട്ട്. ഇന്നലെ പൊടിഞ്ഞും തോന്നും. മിന്നാന്ന് രാത്രി ചെറുതായിട്ട് പെയ്തിന്. മിന്നാന്ന് രാത്രി ചെറുതായിട്ട് പെയ്തിന്. വെളുങ്ങിനൊന്നും പെയ്തിട്ടില്ല, ചെറുങ്ങനെ. പക്ഷെ ഇന്നലെ ചെറുങ്ങനെ ഒരു 5-10 മിനിറ്റ് 5 മിനിറ്റ് പെയ്തിന്. മിന്നാന്ന് രാത്രി ഈ സമയത്തല്ല കേട്ടോ, ഒരു 9 മണി 10 മണി 11 മണി ആ സമയത്ത്. ഫുൾ നായ്ക്കൾ തന്നെ കുരക്കുന്ന സൈഡിൽ നിന്നല്ല, ആർത്തെ വീട്ടിൻ്റെ തണുമെന്നല്ലാതെ കുരക്കുന്നു. അപ്പം ഞാൻ ഇപ്പം എന്തിനാ ശരിക്കും പോകുന്നത് വെച്ചാൽ, എനിക്കിപ്പം ഇട്ട് കഴിഞ്ഞാൽ രാവിലെ ഫോണിന്ന് അയച്ചു കൊടുക്കാമല്ലോ. പിന്നെ അല്ല, രാവിലെ അയക്കാം. അത് കറണ്ടിൻ്റെ ബില്ലടക്കാൻ വേണ്ടിക്കാം. കറണ്ടിൻ്റെ ബില്ല് ഇപ്പം കുറച്ചായിട്ട് ഞാൻ ഫോണിൽ തന്നെ അടക്കുന്നു. നമ്മളെ ഓൺലൈനിൽ തന്നെ അടക്കുന്നു. അപ്പോൾ ഒരു 3-4 വട്ടം ഇപ്പോൾ ഓൺലൈനിൽ അടച്ചാൽ, അല്ലെങ്കിൽ എന്നാ ഇലക്ട്രിക് ഓഫീസിൽ പോയിട്ട് അടക്കലല്ലേ. നാളെ രാവിലെ ഇലക്ട്രിക് ഓഫീസിൽ പോയിട്ട് അടച്ചാലും മതി. ഫോണിൽ സുഖമല്ലേ. കണക്കന്നെ പഴങ്ങളിൽ പോയിട്ട് പൈസ ഇടുന്നതും എരിവരം പോയിട്ട് പൈസ ഇടുന്നതും എരിവരം ഇലക്ട്രിക് ഓഫീസിൽ പോയിട്ട് പൈസ അടക്കുന്നതും കണക്കന്നെ. ഇപ്പം രാത്രി ഒന്ന് വെറുതെ രസമല്ലേ, പുറത്തിറക്കാൻ വെച്ചിട്ട് ഇറക്കിയതാണ് മക്കളെ. അത് പറയണ്ട, സുഖമല്ലേ, നല്ല രസമല്ലേ രാത്രി ഇങ്ങനെ. ചെറിയ റൈഡ്. സ്ട്രീറ്റ് ലൈറ്റ് പോകുമ്പോൾ ഞാൻ ഫുൾ ഇരുട്ട്, ഞാൻ ഫുൾ ബ്ലാക്ക്. ഇവിടെ 2 നായ്ക്കുട്ടികളും 3 നായ്ക്കുട്ടിയും ഒരു അമ്മ നായിനെയും കണ്ട. ഒരമ്മ നായി അതാടി ഇരിക്കുന്നത്. ഇവിടെ 3 നായ്ക്കുട്ടികൾ. ഈ നായ്ക്കുട്ടികൾ വണ്ടി തട്ടുമോയെന്ന് പേടിക്കണ്ട. ഇതാ കണ്ട, 2 നായ്ക്കുട്ടികൾ, പിന്നെ അവിടെ ഒരു ചെറിയ നായി, ഒരമ്മ നായി. ഇത് റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇങ്ങനെ വണ്ടി പോകുന്നതാണ്. അപ്പം വണ്ടി തട്ടുമോ എന്നൊരു ഡൗട്ട്. ഇതാ 3 നായ്ക്കുട്ടികളും ഒരമ്മ നായും കണ്ടോ. ഇതാ കുട്ടികളെ കണ്ടോ, ഈ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നോക്കിയാൽ അത് കുട്ടി നായ്യാ. വണ്ടി തട്ടുമോയെന്ന് അറിയില്ല. കുറച്ച് ദിവസമായി ഇവിടെ ഇങ്ങനെ കാണുന്നു. എനിക്ക് ഈ വണ്ടി കണ്ടോ, ഈ വണ്ടിയെല്ലാം പോകുന്നില്ല. വണ്ടിയിലിങ്ങനെ പോകുമ്പോൾ അതൊന്ന് റോഡ് ക്രോസ് ചെയ്തില്ലെങ്കിൽ വണ്ടി കയറും. അങ്ങനെ റോഡ് സൈഡിൽ എത്ര നായ്ക്കൾ ചാവുന്നല്ലേ. പക്ഷെ കുട്ടി നായെല്ലാം ഇങ്ങനെ എന്താണെന്നാണ് നമുക്കെന്തോ ഒരു ഇതാവും അല്ലേ. കുട്ടി നായല്ല, കുഞ്ഞു നായി ഒന്നും അറിയാണ്ട് പോയിട്ട് വണ്ടീൻ്റെ മുമ്പിലെല്ലാം പോയിടുമ്പോൾ പോട്ട് ഗായ്സ്. ഇപ്പോൾ സമയം എന്താ അറിയാം, 11:45 അല്ല, ഇപ്പോൾ 1:11 കേട്ടോ. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. 1:11 കറക്റ്റ്. പെട്രോളും കുറവാണെന്നല്ല, പെട്രോളും കുറവാണ് ഗുയിസ്. ഇവിടെ നെരുമ്പ്രം എല്ലാം പൂട്ടി കേട്ടോ. ടൗണ് ഷോപ്പെല്ലാം പൂട്ടി കണ്ടോ, ഉറങ്ങുകയാണ്. 1 മണിക്ക് നമ്മുടെ നെരുമ്പ്രം ചെറിയ ടൗണാട്ടോ. കുറച്ച് ഷോപ്പുള്ള ചെറിയൊരു ടൗൺ. റോഡ് സൈഡിൽ ഇങ്ങനെ ഷോപ്പ്, നമ്മുടെ ശ്രീതേട്ടൻ്റെ ഷോപ്പ്. ശ്രീതേട്ടനെല്ലാം പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. ശ്രീതേട്ടനെല്ലാം കൂർക്കം വലിച്ച് ഉറങ്ങുന്നുണ്ടാവും. ഇല്ല, ഇപ്പോൾ കുളിച്ച് പിടിച്ച് ഫ്രഷായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. പീടിയെല്ലാം പൂട്ടി. പീടിയ 12:30 ആകും ശ്രീതേട്ടൻ പൂട്ടണമെങ്കിൽ. ശ്രീതേട്ടനും രാമൻതേട്ടനും അപ്പുറം ഇപ്പുറമുള്ള 2 പീടിയക്കാരാണ്. ഈ 2 ആൾക്കാരും പീടിയ പൂട്ടണമെങ്കിൽ ഒരു 12:30 ആവും.
12 മണി 12:30 അല്ലാവും. ഇടയ്ക്കിടയ്ക്ക് 12:45 വരെയെല്ലാം പോകും. ശ്രീധരനെ ഞാൻ എൻ്റെ ഏതോ ഒരു 1-2 വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ശ്രീധരൻ ചിരിച്ചുകൊണ്ട് ഹായ് പറയുന്ന ക്ലിപ്പൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താ സുഖം എന്നറിയാം ഗായ്സ്. അങ്ങനെ ഞാൻ നമ്മുടെ ഇരുവരം ഇലക്ട്രിക് ഓഫീസിൻ്റെ ഫ്രണ്ടിലെത്താൻ പോകുന്നു കേട്ടോ. എത്തി, ഇലക്ട്രിക് ഓഫീസ് എത്തി. നാളെ രാവിലെ ഇവിടെ വന്നിട്ട് അടച്ചാൽ മതിയായിരുന്നു. ഈ കാണുന്ന നമ്മുടെ പുഴങ്ങടി എരിവരത്തുള്ള ഇലക്ട്രിക് ഓഫീസ് ഉണ്ടോ? അവിടെ ക്യാമറ എല്ലാം ഉണ്ട് ഫ്രണ്ടിൽ. തൂണി ഇപ്പോൾ ഈ നട്ടപ്പായരാക്ക് ഞാൻ വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലേ. 1:15. പിന്നെ ഞാൻ പറഞ്ഞില്ല രസമാണ്. അങ്ങനെ നമ്മൾ എരുവരം റൗണ്ടേ പോട്ടെത്തി. എരുവരം റൗണ്ടേ പോയിട്ട് ആൽമരം, ഇവിടെ നല്ല കിടിലം പോലത്തെ ആൽമരമുണ്ട് കണ്ടോ? നിങ്ങൾക്ക് കാണുന്നുണ്ടോ? നല്ല വലിയൊരു ആൽത്തറയെല്ലാം ഉണ്ട്. ആൾക്കാർ ഇങ്ങനെ വൈകിട്ട് അവിടെ ഇരിക്കലുണ്ട്. പക്ഷെ പ്രായമുള്ളവരിലിങ്ങനെ, അതുപോലെ ടാക്സി ഡ്രൈവേഴ്സൊക്കെ അവിടെ ഇങ്ങനെ വന്നിരിക്കും. അവിടെ വണ്ടി ആടെല്ലാം വെച്ചിട്ട് വന്നിരിക്കും. നല്ല രസമാണ്. ഇങ്ങോട്ടേക്ക് പയങ്ങടി. നമ്മുടെ ഇരുവരം നമുക്ക് ഫസ്റ്റ് ഉണ്ടല്ലോ, ഇരുവരം ATM പോവാം. ഇത് നായ്ക്കളിതാ. ഈഷ് ലോറികൾ ചീറിപ്പോൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ATMലേക്ക് പോകാം. ATMൽ ഈ സമയത്തൊന്നും ആരും ഉണ്ടാവില്ലപ്പാ. പടച്ചോനെ, ATM ആക്റ്റീവായിരിക്കണേ, വർക്കിംഗ് ആവണേ, അല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് കോഴിതാറിലേക്ക് പോകേണ്ടി വരും. അയ്യോ ഇതാ SBI CDM. സാധാ പൈസ ഇടാൻ കഴിയും കേട്ടോ ഇടാം. അതൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതെല്ലാം വർക്കിംഗ് ആയിരിക്കും ഇപ്പോൾ എന്ന് തോന്നുന്നു. പക്ഷേ CDM ആണ് ഇവിടെ പ്രശ്നം ഉണ്ടാവില്ല. ഏത് വർക്കിംഗ് അല്ലാണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ കുറേ ആയിട്ട് വർക്കിംഗ് ആണ്. കുറച്ചായിട്ട് കുഴപ്പമുണ്ടാവില്ല. എപ്പം വരുമ്പോൾ ഇടാൻ കഴിയലുണ്ട്. നമുക്കിടാം ഹെൽമെറ്റ്. ഇവിടെ ഗ്ലാസ്സിന് തൂക്കാം. വരുമ്പോഴത്തേക്ക് ആരും അടിച്ചു പറ്റി കൊണ്ട് പോകണ്ടെന്നാൽ മതി. എൻ്റെ ഹെൽമെറ്റ് എനിക്ക് വണ്ടീൻ്റെ അപ്പുറം കിട്ടിയ ഹെൽമെറ്റാണ്. വേറെ ഹെൽമെറ്റ് ഉണ്ടായിനി, അത് കണ്ടത്തിലേക്ക് പോയി. വണ്ടീൻ്റെ ഇങ്ങനെ തൂക്കിയിട്ട് വരുമ്പോഴത്തേക്ക് കണ്ടത്തിൽ പോയി. അത് ഞാൻ കാസർഗോഡ് കല്യാണ വർക്കിന് പോയ സമയത്ത്, അതായത് ഫോട്ടോഗ്രാഫി, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി, കല്യാണത്തിന് ഫോട്ടോഷൂട്ടിന് പോയതാണ്. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ അസിസ്റ്റൻ്റായിട്ട് കൂട്ടിയ ചെക്കനുണ്ട്, പള്ളിക്കേരിലാണ് ചെക്കൻ. അപ്പോൾ എൻ്റെ 2 ഹെൽമെറ്റ് ഉള്ളത്, ഒന്ന് ഞാനിട്ട് ഒന്ന് ഓനിക്ക് കൊടുത്ത്. ലോറി പോട്ടെ, 2 ലോറി കയറി വരുന്നുണ്ട് കണ്ടാ. ഭയങ്കര സൗണ്ട്. ഒന്ന് ഇതാ വലിച്ച് കയറ്റുന്നു, ഒന്നും കേൾക്കൂല. പോയി. അപ്പോൾ 2 ഹെൽമെറ്റിൽ ഒന്ന് ഞാനിട്ട് കാസർഗോഡ് വരെ പോകണ്ടേ. പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഓന പള്ളിക്കരയിൽ ഓൻ്റെ വീട്ടിലേക്ക്, പള്ളിക്കരയുടെ അടുത്ത് പയങ്ങാടിയിൽ നിന്ന് കുറച്ചേ പോകണ്ടേ, 2-3 കിലോമീറ്റർ ഉണ്ടാവും. ഓൻ്റെ വീട്ടിലാക്കിയിട്ട് അപ്പോൾ ഹെൽമെറ്റ് ഓൻ എനിക്ക് തന്നു. ഞാൻ എന്താ ചെയ്ത്, വണ്ടീൻ്റെ ആ സൈഡിൽ കുളത്തില്ലേ, വണ്ടീൻ്റെ സൈഡിൽ ബാക്കിൽ ഇരിക്കുന്ന ആ സൈഡിലൊരു കുളത്തില്ലേ ഇങ്ങനെ റൗണ്ട്, അപ്പോൾ അതിന് കുളത്തി. എന്നിട്ട് വരുമ്പോൾ ഓൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഓനെ അവിടെ ഇറക്കിയിട്ട് ഞാൻ ഹെൽമെറ്റും വണ്ടിക്ക് വെച്ചിട്ട് വരുന്നു. പള്ളിക്കരയിൽ തന്നെ ഒരു വലിയ ഇതുണ്ട്, കണ്ടം, കായൽ, പുഴ എന്ന് പറയാൻ കഴിയില്ല. ഇനി അവിടെ എവിടെയും ടച്ച് ആകുന്നുണ്ടോയെന്ന് അറിയില്ല. കായലാണോ പുഴയാണോ അറിയില്ല. പുഴ പോലത്തെ ഒരു കണ്ടിയിലുണ്ട് അവിടെ. കണ്ടി എന്ന് പറയാം. അവിടെ ഒരു കണ്ടിയുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് വരുമ്പോൾ ഒരു ഒച്ചേക്കുന്നത് ടക്ക് ടക്ക് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഹെൽമെറ്റ് ഉരുണ്ടിങ്ങനെ വെള്ളത്തിലേക്ക് പോകുന്നു. ഞാൻ ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ ഇങ്ങനെ പോകുന്നു വെള്ളത്തിലേക്ക്. അത് പോയി, വെള്ളത്തിൽ പോയി. ഞാൻ ക്യാഷ് ഇടട്ടെ. ഓക്കെ ഗൈസ്, ഞാൻ ക്യാഷ് ഇടട്ടെ. ആരുമില്ല. ഇത് ഈ കാണുന്ന CDM, അത് ക്യാഷ് ഡെപ്പോസിറ്റ് അല്ല, അത് ക്യാഷ് എടുക്കുന്നത്. ഇത് CDM. ഓക്കെ ഗൈസ്, അങ്ങനെ ക്യാഷ് ഇട്ട് കേട്ടോ, സെറ്റായി. പക്ഷേ 100 റുപ്യ റിട്ടേൺ വന്നു. ഇത് പോകുന്നില്ല. ഇത് കുറച്ച് പഴയ 100 റുപ്യ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. കുറച്ച് പഴയതാണ്, അതുകൊണ്ടാണ് എടുക്കുന്നില്ല. 4600 റുപ്യാണ് ഞാൻ ഇട്ടത്. 4500 എടുത്ത് ഒരു 100 റുപ്യ റിട്ടേൺ വന്നു. അപ്പോൾ അന്നേരം ഞാൻ എടുത്തിട്ട് വീണ്ടും ആഡ് മോർ ക്യാഷ് എന്നുള്ള സംഭവമുണ്ട്, അത് കൊടുത്തിട്ട് രണ്ടാമത് ഇട്ട് നോക്കി. രണ്ടാമത് ഇട്ടാലും ഇത് വീണ്ടും റിട്ടേൺ വന്നു. അപ്പോൾ കുറച്ച് പഴയതാണ്, കുഴപ്പമില്ല. എൻ്റെ അക്കൗണ്ടിൽ ഓൾറെഡി അതിൽ പൈസ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. 4600 ഇപ്പോൾ ഇടേണ്ടത് എനിക്ക്. 4500 കയറി, 100 റുപ്യ ബാക്കി. 100 റുപ്യ എടുക്കട്ടെ. എൻ്റെ അക്കൗണ്ടിൽ ഓൾറെഡി കുറച്ച് അതിൽ വേണ്ടുന്ന ക്യാഷ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, പ്രശ്നമില്ല. അപ്പോൾ പഴയ ക്യാഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചുളിവ് ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് റിട്ടേൺ വരും, അത് എടുക്കൂല, അത് ഡിസ്മിസ് ആവും. ഇതുവരെ ഈ സാധനം സൈഡാക്കുന്നത് നോക്കിയാൽ സാധനയുടെ സൈഡാക്കിയിട്ടുണ്ട്. ഉറങ്ങാനാണോ എന്താണെന്നറിയില്ല. നല്ല വലിയൊരു സാധനം. RR ലോജിസ്റ്റിക്സ് RR ലോജിസ്റ്റിക്സ്. ഇതിന് വരുന്നുണ്ടോ? ഉള്ള വണ്ടിയിലേ ചെയ്തിട്ടേ പോക്ക്. ലോഡ് സാധനങ്ങൾ.
അതോ അതിൻ്റെ ഇടയ്ക്കേ കൂടെ ഒന്ന് ഓവർടേക്ക് ചെയ്തിട്ട് നോക്കിയാൽ ഈ വണ്ടി കൊണ്ട് ആ വണ്ടി ഉണ്ട് അതിൻ്റെ ഇടയ്ക്കിടെ ഒന്ന് അതാ ഒന്ന് അപ്പുറത്തേക്ക് കയറുന്ന ഇവർ എ ടി എമ്മിൽ ഈ ചങ്ങായി ഇവര് എ ടി എമ്മിലേക്ക് എ ടി എം അമ്മപ്പാ ഓൻ എന്ന് പറഞ്ഞു എന്നോട് ഓൻ എ ടി എമ്മിലേക്ക് പോകുന്നു ഓൻ എ ടി എമ്മിൽ പോകാൻ വേണ്ടിക്ക് നിർത്തിയതാ ഞാൻ എ ടി എമ്മിലേക്ക് എ ടി എമ്മിലേക്കാണോ പോകുന്നതെന്ന് ചോദിച്ചാലോ എ ടി എം എന്ന് പറഞ്ഞാൽ എന്നോട് ഇവർ ലോങ് വരുന്നതായിരിക്കും കേട്ടോ ലോങ് വരുന്നതായിരിക്കും പോവാ പോക്ക് വാഹനം കേട്ടോ നമ്മൾ ഈ റൂട്ട് എന്തോ ഒരു വാഹനമാണെന്നറിയോ ആ റോഡ് കണ്ടോ ജെർക്കിങ് കണ്ടോ ജെർക്കിങ് ഇല്ല ലോറിയെല്ലാം ഇവിടെ ചെറിയ ഇറക്കമല്ലേ ഇവിടുന്ന് ബ്രേക്ക് പിടിച്ചിട്ട് കണ്ടോ ഇതാ താറ് മറ്റേ ജീപ്പല്ല താറല്ല റോഡിൽ ഇടുന്ന താറിൽ ഇങ്ങനെ ബെല്ലിനിട്ട് കണ്ട ബ്രേക്ക് പിടിച്ചിട്ട് കണ്ട ബെല്ലിനിട്ട് മല പോലെ ആയിട്ട് കണ്ട ഫുള്ള് കുലുക്കാ അവിടെ ഇങ്ങനെ താറിലും വന്നിങ്ങനെ ബ്രേക്ക് പിടിക്കുമ്പോൾ ടയറിന് ഇതായിട്ട് ഏതാണ് തിരമാല പോലെ തിരമാല പോലെ എന്ന് പറയാം അതിന് നേരെ വീട്ടിലേക്ക് കേട്ടോ ഭാഗ്യത്തിന് കോയസാർപ്പ് വേണ്ടി വന്നിട്ടില്ല ഞാൻ പറഞ്ഞു ആൽമരം ഇവിടെ ഒരു കഫേ തുടങ്ങിയിട്ടുണ്ട് ഏഴോം കഫേ കണ്ട ഒരു ചെറിയൊരു സ്റ്റാൾ പോലെ കാണാൻ നല്ല രസമുണ്ട് ചെറിയൊരു തട്ടുകട ചെറിയ സ്റ്റാൾ എന്നല്ല തട്ടുകട പറയാൻ ചെറിയ സ്റ്റാൾ അതുകൊണ്ട് ഇനി രാവിലെ എണീച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല ഇലക്ട്രിക് ഓഫീസിലേക്ക് വരണ്ടല്ലോ സമയം ചെയ്യാം പോകണമെന്ന് അയച്ചു കൊടുക്കാം 3 തൊട്ട് ഞാൻ ഓൺലൈൻ തന്നെ അടച്ചത് ഇപ്പം 3 തൊട്ട് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് അടക്കണം പണ്ടേ എല്ലാവരും ഇവിടെ വന്നിട്ട് അടക്കൽ തന്നെ അല്ലേ ഇപ്പം കുറച്ചെല്ലാം ആയിട്ടില്ല ഓൺലൈൻ പേയ്മെൻറ്റ് ഗായ്സ് അങ്ങനെ നെരുമ്പോ എത്തി ഞാൻ നേരെ വീട്ടിലേക്ക് കേട്ടോ ഓക്കെ അപ്പോൾ നാളെ ഉണ്ടല്ലോ ഇനുവിനെ സ്കൂളിൽ ചേർക്കണം നാളെയാണ് ഇനുവിനെ സ്കൂളിൽ ചേർക്കുന്നത് ഇൻഷാ അല്ലാ അങ്ങനെ ഞാൻ ആ നായ്ക്കളടുത്ത് എത്തി കേട്ടോ ഒരു അമ്മ നായും ഒരു 3 കുട്ടി നായും ഉണ്ടായിട്ടില്ലേ അവിടെ എത്തി ഇതാ അമ്മ നായി തന്നെ അത് പെണ്ണായിയാണ് കണ്ടോ 3 കുട്ടി നായ്ക്കളതാ ഒന്നും ചെയ്യുന്നൊന്നുമില്ല കേട്ടോ അമ്മ നായി അല്ലെങ്കിൽ അമ്മ നായി ഇങ്ങനെ വായിക്കൊന്നും ചെയ്യില്ല ഇതൊന്നുമില്ല കണ്ടോ വായിക്കുന്നൊന്നുമില്ല കണ്ട 3 കുട്ടി നായി കണ്ടോ ഇത് അമ്മ നായികൾ തന്നെ നോക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് വെച്ചിട്ടായിരിക്കും നോക്കുന്നു കേട്ടോ ഇല്ല അതിന് വലിയ പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ എന്നെ വായിക്കേണ്ട സമയമായി കണ്ട ഞാൻ ഇത്ര അടുത്തുണ്ട് കണ്ടോ വണ്ടിയൊന്നും കയറാതിരിക്കട്ടെ അല്ലേ കുട്ടി നായിൻ്റെ മേത്ത് ഈ അമ്മ നായിൻ്റെ മേത്തും കയറാതിരിക്കട്ടെ കാരണം 3 കുട്ടികളുണ്ട് 3 കുഞ്ഞു നായുണ്ട് അതുകൊണ്ട് എന്തോ സങ്കടമാണെന്ന് കാണുമ്പോൾ കാരണം എനിക്ക് ഈ റോഡ് സൈഡിൽ ഈറ്റിങ്ങളെ കാണുമ്പോൾ നോക്കിയേ ഇതാ റോഡ് ക്രോസ് ചെയ്യുന്ന എൻ്റെ ചെങ്ങായി ഒരു വണ്ടി വന്നില്ലെങ്കിൽ ഇപ്പോൾ എന്തായിരിക്കും അവസ്ഥ ഇത് അടുത്ത വരുന്ന കണ്ട ഫുള്ള് റോഡ് വന്നാൽ കളി ഇവർ എന്താവോ എന്തോ കണ്ട ഫുള്ള് റോഡ് വന്നാൽ കളി വണ്ടിയൊന്നും കയറാതിരിക്കട്ടെ എന്താ ചെയ്യുക കാണുമ്പോൾ എന്തൊരു സങ്കടം നായ്ക്കളെ കൊണ്ട് ഇടങ്ങാറാന്ന് ഈ തെരുവ് നായ്ക്കളെ കൊണ്ട് ഇടങ്ങാറാന്ന് വീട്ടിലെ സ്റ്റെപ്പിനവിടെ വന്നിട്ട് ചെരുപ്പലും ഷൂ എല്ലാം കടിച്ചുകൊണ്ട് പോക്ക് ഇതെല്ലാം തന്നെ നമ്മൾ വീടാന്നല്ല അധികത്തും അങ്ങനെ തന്നെ ഷൂ എല്ലാം കടിച്ചുകൊണ്ട് പോക്ക് ഇവിടുത്തെ ഷൂ അടുത്ത വീട്ടിൽ അപ്പുറത്തെ വീട്ടിലെ ഷൂ ഇപ്പുറത്തെ വീട്ടിലെ ഷൂ ഏതോ വീട്ടിൽ ഇതാണ് അവസ്ഥ പക്ഷെ എന്നാലും ഇങ്ങനെ കുഞ്ഞു നായ്ക്കളെല്ലാം ഈ അമ്മ നായും 3 കുഞ്ഞു നായും ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു ഇതാകുന്നു ഇപ്പോൾ കുറേ ദിവസമായി ഐറ്റങ്ങൾ അവിടെ തന്നെ ഉണ്ടാവില്ല ഈ റോഡുമ്പോൾ ഇനിയിപ്പം വണ്ടിയെല്ലാം പോകുമ്പോൾ മുറിയനെ പോയിട്ടെങ്കിൽ തീർന്നു അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഒരു എന്തോ ഒരു ഇത് പോട്ടെ പോ അങ്ങനെ കഥ അപ്പോൾ ഞാൻ വീട്ടിലെത്തി ചേട്ടാ വീട്ടിനടുത്തി അവനാ വീഡിയോ കഴിഞ്ഞപ്പോൾ ചേട്ടാ ചെറിയൊരു വീഡിയോ കേട്ടോ എൻ്റെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ഇങ്ങനത്തെ കുറേ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് എല്ലാം കാണാമണ രസമല്ലേ അവനാ വീഡിയോ അതിൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടത്തുള്ള ബെല്ലൈക്കൺ വിളിച്ചാൽ മറക്കത്തിപ്പോൾ തന്നെ ചേട്ടാ പിന്നെ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ ഓക്കെ മറക്കല്ലേ അവനെ നെക്സ്റ്റ് കാണാം അപ്പോൾ അതെ ബൈ അങ്ങനെ വീട്ടിലെത്തി ഓക്കെ എന്നാൽ ശരി അപ്പിഷ്കോ